ഹലോ, നമുക്കിന്ന് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാം, ശംഖുപുഷ്പത്തിനെ കുറിച്ച് ഒരുപാട് ഗുണങ്ങളുള്ള പൂവാണ്. ഇത് വെച്ചിട്ട് നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാറുണ്ട്. അതിന് ബ്ലൂ ടീ എന്നാണ് പറയുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന നാരങ്ങ പിഴിഞ്ഞൊഴിക്കും. അത് നമുക്ക് സോപ്പായിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് സ്കിന്നിന് ഗുണങ്ങളുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സോപ്പ് വെറുതെ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പം കുറേ പേര് ഇതിന് വേണം എന്നുള്ള ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ എൻ്റെ കൂടെ ഒരു ഹെൽപ്പിന് ഒരാളൂടെ ഉണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിലെ കാത്തു എൻ്റെ കൂടെ പൂക്കളൊക്കെ പിച്ചാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നടക്കുക. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് വേണ്ട സാധനങ്ങൾ, ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, കറ്റാർവാഴ വേണം. ഒരു 23 പൂക്കൾ ഞാൻ എടുത്തിട്ടുണ്ട്. 23 പൂവ് എടുത്തിട്ടുണ്ട്. പിന്നെ പനിക്കൂർക്ക, ഗ്ലിസറിൻ, റോസ് വാട്ടർ, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, ഇത്രയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ, ഈ കപ്പിൽ തന്നെയാണ് എടുത്തത്, ഈ കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ പൂവ് നമ്മൾ നന്നായിട്ട്, ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഈ പൂവ് അതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് അതിൻ്റെ കളറെല്ലാം ഇളകി പൂവ് ഒരു വൈറ്റ് കളറാവുന്നിടം വരെ നമ്മളിത് നല്ലതുപോലെ തിളപ്പിക്കുക. അപ്പോൾ കേട്ടോ, ഇത് 1 ഗ്ലാസ് ഉണ്ടായിരുന്ന വെള്ളമാണ്, അതേ ഗ്ലാസ്സിൽ തന്നെ ഞാൻ എടുത്ത് കാണിക്കുന്നത്. ഇത്രയാക്കി കണ്ടോ, അതായത് അതിൻ്റെ ഫുൾ എക്സ്ട്രാക്റ്റ് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതൊരു 2 സോപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തത് ആദ്യം. അതുകൊണ്ട് ഒരു 125 ഗ്രാം സോപ്പ് ബേസ് മാത്രമേ അതുള്ളൂ, ഗ്ലിസറിൻ ബേസ്ഡ് സോപ്പ് ബേസ് മാത്രമേ ഉള്ളത്. അപ്പം നമ്മളത് നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന നമ്മുടെ ഈ ഒരു പൂവിൻ്റെ എക്സ്ട്രാക്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ പനിക്കൂർക്കയുടെ ജ്യൂസ്, അത് വെള്ളം ചേർക്കാതെ അരച്ച് പിഴിഞ്ഞെടുത്ത ജ്യൂസും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പം ഈ വൈറ്റമിൻ ഇയും ഗ്ലിസറിന് ഇതൊക്കെ ഈ നമ്മുടെ സോപ്പ് ബേസ് ഒന്ന് തണുത്തതിന് ശേഷം, എന്ന് വെച്ചാൽ നമ്മുടെ ആ ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം വേണം ഇടാനായിട്ട്. നമ്മൾ മുകളിലൊഴിച്ച് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമ്മുടെ സോപ്പ് റെഡി ആയിരിക്കും. എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന, കുഞ്ഞുങ്ങൾക്ക് പോലും യൂസ് ചെയ്യാവുന്ന ഒരു നല്ല സോപ്പാണിത്. ഇതുണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഒരുപാട് പേര് ഓർഡർ ചെയ്തത്. താങ്ക് യു.